ഇന്നൊരു ഡയറ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കോളേജിലെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി MG യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഇന്നലെയാണ് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത് നാളെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയാലോ എന്നൊക്കെ. എന്നാൽ പിന്നെ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. വൈകണ്ടാന്ന് വിചാരിച്ച് 7:30 തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 ബസ് കയറിയാണ് കോട്ടയത്ത് എത്തേണ്ടത്. 7:50 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ KSRTC സ്റ്റാൻഡിലെത്തി. ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ ബസ്സിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരും എന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വണ്ടി വരുന്നില്ല. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയ ബസ്സിൽ എൻ്റെ മമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്തി. ഞങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനാണ് ഞങ്ങളെ പരീക്ഷാ ഭവനിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവൻ വരാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. MG യൂണിവേഴ്സിറ്റിയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടേക്കൊക്കെ വരുമ്പോൾ PG എടുത്താലോ എന്നൊക്കെ തോന്നും. ആകെ ഒറ്റൊരു പ്രശ്നം ഉണ്ടായുള്ളൂ. നടന്ന് വല്ലാത്തൊരവസ്ഥയിലെത്തി. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ തന്നെ ഒരുപാട് നടക്കണം. ആ ഒരൊറ്റ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായുള്ളൂ. ഓഫീസിലെത്തിയപ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു. പോയി അവിടെ ചെന്നു ബാക്കി എല്ലാ കാര്യങ്ങളും വേഗം ചെയ്തു. ഒട്ടും ടൈം ലാഗ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വരുവാണ്. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ബസ്സിൽ കയറി ഇരുന്നപ്പോഴാണ് സമാധാനമായത്. കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു. ഞാനൊരു 3 മണി 3:30 ആയപ്പോഴേക്കും വീടെത്തി. ഈ ഒരു ടൈമിൽ എൻ്റെ മുറിയിൽ നല്ല സൺലൈറ്റ് കിട്ടും. പിന്നെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഇതിൻ്റെ പുറകെ ആയിരുന്നുകൊണ്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. ബസ്സിലിരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ബസ്സിലിരുന്ന് പഠിച്ച തലവേദന വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല. കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആമസോണിൽ നിന്ന് കോൾ വന്നത്. കൊറിയർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. കുറേ കാലം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മിറർ ബോൾ മേടിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം പിൻട്രസ്റ്റിൽ ഇങ്ങനെ ഒരു മിറർ ബോൾ ചാൻഡിലർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഒരെണ്ണം എൻ്റെ മുറിയിൽ ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നി. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് അതുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടുമല്ലോ. അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് കണ്ടപ്പോൾ വിചാരിച്ചു മേടിക്കാമെന്ന്. രാവിലെ വരുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റണില്ല. എൻ്റെ കയ്യിൽ വലിയ ക്രിസ്മസ് ട്രീ ഒന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെറുതെ വെച്ച് നോക്കുകയാണ്. 7:30 ആയപ്പോഴേക്കും ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഇന്ന് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. കുറേ കാലമായി ഷവർമയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാണല്ലോ കാണിക്കാമെന്ന് കരുതി. ഫുഡും കഴിച്ച് ഫോൺ നോക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഡിന്നറൊക്കെ കഴിഞ്ഞ് മിറർ ബോളൊക്കെ തിരിച്ച് പെട്ടിയിൽ തന്നെ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഇന്നിപ്പോൾ രാവിലെ മുതൽ പുറത്തായതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പം അങ്ങനെ പഠിക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് മാത്സ് തന്നെ എടുത്തു. ഇപ്പം ഞാൻ മെൻസുറേഷൻ 3D ആണ് ചെയ്യണത്. 2D കഴിഞ്ഞു, 3D പകുതിയായി. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഉറക്കം വരുന്നവരെ മാത്സ് ചെയ്യാമെന്നാട്ടോ വിചാരിക്കണേ. മാത്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സമയം പോവും. GK പഠിക്കാനിരുന്നാൽ പിന്നെ ചിലപ്പോൾ ഉറക്കം വരും. മാത്സിന് പിന്നെ ആ കുഴപ്പമില്ല. ഇതിന് ശേഷം പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. മാത്സ് ചെയ്ത് കഴിഞ്ഞ് കിടന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ ബൈ.